ഹലോ മൈ ഡിയർ സിസ്റ്റർ, നിനക്ക് ഈ വേളയിൽ എന്താണ് എന്നോട് പറയാനുള്ളത്? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് എൻ്റെ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാൻ അതുകൊണ്ട് ഇത്ര സ്ലോ ആയിട്ട് പതുക്കെ സംസാരിക്കുന്ന പുള്ളിക്കാരി അപ്പുറത്ത് റൂമിലുണ്ട്. അപ്പോൾ പുള്ളിക്കാരിക്ക് അറിയത്തില്ല ഞാനിന്നൊരു കുഞ്ഞ് സർപ്രൈസ് കൊടുക്കാമെന്നിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ട്രെയിനിൽ വെച്ച് പാടുമുണ്ട്. അപ്പം ഒരു കുഞ്ഞ് സർപ്രൈസ്. അപ്പം ഞങ്ങൾ നാട്ടിലല്ല, ഇവിടെ കോഴിക്കോടാണ്. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഓക്കെ ഞാനൊരു കുഞ്ഞ് സർപ്രൈസ് കൊടുക്കാമെന്നൊക്കെ വിചാരിക്കുവാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ ഞാൻ ഒന്ന് ചൊറിഞ്ഞ് ഇളക്കി വിട്ടിട്ടുണ്ട്. അപ്പം ഇച്ചിരി കലിപ്പിലാണ് പുള്ളിക്കാരി. കേക്ക് മേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു കേക്കൊക്കെ മേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് കലിപ്പിട്ട് ഞാൻ നിൽക്കുക. പുള്ളിക്കാരിയെ കലിപ്പാക്കി ചൊറിഞ്ഞ് ഞാൻ തുരുട്ടിയിട്ട് ഞാൻ ഒരു കലിപ്പ് മൂഡ് ഓണാക്കി വെച്ചിട്ടുണ്ട്. അപ്പം രാവിലെ മുതൽ ആ ഒരു ഇത് നിൽക്കുക. അപ്പോൾ നോക്കാം. പുള്ളിക്കാരി ഇനിയിപ്പം ഞാൻ കൊണ്ട് ക്ലാസ്സിലാക്കും. ഒരു ഉച്ച കഴിയുമ്പോഴേക്കും വരും. ആ സമയത്തായിരിക്കും ആ സർപ്രൈസ്. ഓക്കെ, അപ്പോൾ ഡ്രസ്സ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ചൊറിഞ്ഞിട്ട് വന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഡ്രസ്സ് ചെയ്യുവാണ്. അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് കൊണ്ടാക്കിയിട്ട് വേണം ബാക്കി പരിപാടികൾ. അപ്പോൾ അതൊക്കെ കാഴ്ച. പ്ലീസ്, ബർത്ത്ഡേ ആണ്. ഇവിടെ കാപ്പ് കുടിച്ചുകൊണ്ടിരിക്കുക. എന്ത് ഇവിടെ ഒരു പൂച്ചയുണ്ട് ഫ്രണ്ട്സ്. നമ്മളെപ്പോൾ കണ്ടാലും ഓടി വന്നിട്ട് ഇങ്ങനെ തന്നെ നമ്മൾ രാവിലത്തെ ഫുഡ് ഉച്ചയ്ക്ക് ഫുഡൊക്കെ നമ്മൾ കുറച്ചിട്ട് കൊടുക്കും. ഇപ്പോൾ കുറച്ച് ദോശ വെച്ചുകൊണ്ടിരിക്കുക. അപ്പം ദോശ ഇട്ട് കൊടുത്തു. ഇവിടെ വന്നിരിപ്പുട്ട് കാണിച്ചു തരാം. ഒരു ഹായ് കൊടുക്ക്. ഹായ് ഹായ് പറഞ്ഞേ. ഹായ് തന്നെ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അതല്ലേ ഉദ്ദേശിച്ചത്? എനിക്കറിയാം. തന്നെ. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്ക് മേടിക്കണം. അപ്പോൾ പുള്ളിക്കാരി വിട്ടു. ഇനി 2-3 കേക്ക് ഷോപ്സ് ഉണ്ട്. ഞാൻ കണ്ടോണ്ട് ബോർഡ് കണ്ടോണ്ട്, അല്ലാണ്ട് ഞാൻ കേക്കൊന്നും അവിടെ മേടിച്ച് കഴിച്ചിട്ടില്ല. നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് ഓർഡർ ചെയ്യുന്നൊരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അറിയാമായിരുന്നു. പക്ഷെ ഇവിടെ എനിക്കറിയില്ലല്ലോ, പുതിയ സ്ഥലം, പുതിയ കടകൾ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലോട് തിരിയുന്ന അവിടെ ഒരു കേക്ക് ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്ന് മേടിക്കാനാണ് പ്ലാൻ. നോക്കട്ടെ. ഇപ്പം ഞാൻ കൺഫ്യൂഷനിൽ നിൽക്കും. ഇപ്പം മേടിച്ചിട്ട് പോകണോ അതോ ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ട് വന്ന് മേടിക്കണോ? ഇപ്പം ഇല്ലാണ്ട് മഴ വരും. മഴ നല്ല കറുത്ത് കിടപ്പുണ്ട്. ഇപ്പോൾ മഴ വെച്ചിട്ട് തോർന്ന് നിൽക്കുക. രാവിലെ മുതലേ മഴയാണ്. എന്തായാലും ഇപ്പം മേടിച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴേക്കും 1 മണി കഴിയും. 1 മണിക്ക് ക്ലാസ് കഴിയുക. അപ്പം അത്ര നേരം അവിടെ മേടിച്ചിട്ട് വയ്ക്കേണ്ട റൂമിൽ. അതുകൊണ്ട് ആലോചിക്കുക എന്ത് ചെയ്യട്ടെ. കുറച്ച് കഴിഞ്ഞിട്ട് മേടിക്കാൻ വേണ്ടി ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. നോക്കാം. അപ്പോൾ പൊതുവെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാറില്ല. ഞാൻ ചരിച്ച് വെച്ചിട്ട് വീഡിയോ എടുക്കാറില്ല. അപ്പോൾ ഇന്ന് ചോദിച്ചു, എന്താ നീ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്, അല്ലെങ്കിൽ നീ ഷോർട്സ് ഇടാൻ കണക്കിന് നേരെയല്ല വെച്ചെടുക്കുന്നതെന്ന് ചോദിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു ഇടയ്ക്കിടെ ലോങ് വീഡിയോ ഇടണമല്ലോ, അതുകൊണ്ട് എടുക്കുന്നതാണ്. പിന്നെ നിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് എടുക്കുന്നതല്ല, വേറെ ഒന്നും കൊണ്ടല്ല എന്നൊക്കെ പറഞ്ഞ് കിട്ടും. എപ്പോഴും ചോദിച്ചിട്ടുണ്ട് കേക്ക് മേടിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവിടെ കേക്ക് ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഞങ്ങൾ വരുന്നത്. അപ്പം മേടിക്കുന്നില്ലേ എന്ന് പറഞ്ഞ് കേക്ക് ഷോപ്പിനകത്തോടൊക്കെ നോക്കും. പാവം. ഞാൻ പറഞ്ഞു പൈസയൊന്നുമില്ല, നിനക്കറിയാമല്ലോ, മേടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇട്ട് നോക്കട്ടെ. അവിടെ ഉണ്ടോയെന്നറിയില്ല, പോയി നോക്കാം. തുറന്നോന്നും അറിയത്തില്ല. ഞാൻ വന്നപ്പോഴേക്കും ശ്രദ്ധിച്ചില്ലായിരുന്നു. തുറന്നതുപോലെ തോന്നിയത്. ഇനിവേ ഒരു 11 മണിയൊക്കെ ആയിട്ട് കേക്ക് മേടിക്കാൻ വേണ്ടി ഇറങ്ങാമെന്ന് വിചാരിക്കും. അപ്പം ഞാൻ ഇനി റൂമിലോട്ട് ചെല്ലട്ടെ. അത് കഴിഞ്ഞിട്ട് കേക്ക് മേടിക്കാൻ വേണ്ടി ഇറങ്ങാം. അപ്പം നമുക്ക് കേക്ക് മേടിക്കാൻ വേണ്ടി പോകാം. ഇപ്പോൾ ഏകദേശം സമയം 11 മണി കഴിഞ്ഞു. 11 കാലാകാറായി. ഞാനവിടെ പോയി കേക്കൊക്കെ മേടിച്ചിട്ട് ഒക്കെ വരുമ്പോഴേക്കും ഏകദേശം 11:30 കഴിയും. അപ്പം എല്ലാം സെറ്റ് ചെയ്തിട്ട് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ വിളിച്ചിട്ടൊക്കെ വരുമ്പോഴേക്കും സെറ്റ്. അപ്പം ഞാൻ വേഗം പോയി റെഡിയായി ഇറങ്ങാൻ പോവാണ്. വേഗം പോയി കേക്ക് മേടിച്ചിട്ട് വേഗം വരണം. അപ്പോൾ കേക്ക് മേടിച്ചിട്ട് വരാം.
അടിച്ച് ഇതിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്യണം. ഞാൻ കേക്ക് മേടിച്ചത് ഞാൻ വേഗം റൂമിലോട്ട് പോട്ടെ. കാണാം. അങ്ങനെ കേക്കൊക്കെ മേടിച്ചിട്ട് തിരിച്ച് വീട്ടിലെത്തി. ഇനി സെറ്റ് ചെയ്യണം. അതാണ് അടുത്ത ജോലി. എത്ര മണിക്ക് കഴിയുമെന്നറിയില്ല. കുറച്ച് മുന്നേ എനിക്ക് മെസ്സേജ് ഇട്ടായിരുന്നു. എന്തോ പറഞ്ഞ മെസ്സേജ് ഞാൻ നോക്കിയില്ല. ഞാൻ കൊണ്ട് സെറ്റ് ചെയ്യണം. കേക്കിന് എവിടെ സെറ്റാക്കുമെന്നാണ് ഡൗട്ട്. അതിവിടെയാണ് ഡോറ്. അപ്പോൾ ഡോറ് തുറന്ന് വരുമ്പോഴേക്കും കാണും. അപ്പോൾ ഇവിടെ സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യാൻ ടേബിളില്ല. ഞാൻ വിചാരിച്ചു എൻ്റെ ഈ ടേബിൾ എടുക്കാമെന്ന് വിചാരിച്ചു. അല്ലാണ്ട് വേറെ വഴിയില്ല. ഓക്കെ, എടുത്തെല്ലാം സെറ്റ് ചെയ്യാം. ഈ ടേബിളിൽ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ അകത്ത് എനിക്ക് 2 ഫോണില്ല. അപ്പം ഇത് ഐഫോണും വേറെ ആൻഡ്രോയിഡും ഉണ്ട്. അപ്പോൾ ആ ഫോൺ വന്നിട്ട് ഇവിടെ വെച്ച് തുറക്കുമ്പോൾ കാണാൻ കണക്കിന് വീട്ടിലെടുക്കാൻ വിചാരിച്ചു. പക്ഷേ അതുവഴി തുറന്ന് വരുമ്പോഴേക്കും ഇവിടെ ഫോൺ ഇരിക്കുന്നത് ക്ലിയർ ആയിട്ട് കാണും. നമുക്ക് അവിടെ വെച്ചാൽ ശരിയാവില്ല. വേറെ സ്പോട്ട് കണ്ടുപിടിക്കാം. നമുക്കത് കേക്ക് സെറ്റ് ചെയ്യാം. കേക്ക് സെറ്റ് ചെയ്യാൻ സമയമായിരുന്നു. നോക്കാം. എങ്ങനെ കിട്ടുന്നത്? പുള്ളിക്കാരൻ എന്നോട് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് മതി. ഞാനിങ്ങനെ കുറച്ച് ദിവസം മുന്നേ, അതായത് ഇവിടെ വന്ന സമയത്ത്, ബർത്ത്ഡേയുടെ ഈ ഡേയ്സിനടുത്തല്ല, കുറച്ച് ദിവസം മുന്നേ ഞാൻ ഒന്ന് ചോദിച്ചു, നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണ് കേക്ക് ഇഷ്ടം, അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞത് എനിക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ അവിടെ പോയി ചോദിച്ചപ്പോഴേക്കും ബ്ലാക്ക് ഫോറസ്റ്റ് ഞങ്ങൾ 2 പേരും പിന്നെ താഴെ ഓണറും പിന്നെ അപ്പുറത്ത് റൂമിൽ 2 പേരും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 1 kg കേക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ വേസ്റ്റ് ആവും. അതുകൊണ്ട് 1/2 kg കേക്കാണ് ഞാൻ മേടിച്ചത്. 1/2 kg ബ്ലാക്ക് ഫോറസ്റ്റിലായിരുന്നു. അതുകൊണ്ട് ഞാൻ വാൻചോ കേക്കാണ് മേടിച്ചത്. 1/2 kg വാൻചോ ഇഷ്ടമാണ്, എനിക്ക് ഇഷ്ടമാണ് വാൻചോ. നമുക്ക് ഓപ്പൺ ചെയ്യാം, കാണിച്ചു തരാം. ഇപ്പോൾ സമയം വന്നിട്ട് 11:45 ആയതേ ഉള്ളൂ. ഇനിയുണ്ട് 1.5 മണിക്കൂറിന് മേലെ. 1 മണിക്കൊക്കെ ആ പുള്ളിക്കാരി ക്ലാസ് കഴിയണം. അപ്പോൾ ഇപ്പോഴേ ഞാൻ തുറന്നു വെച്ചിട്ട് കാര്യമില്ല. പുള്ളിക്കാരി വിളിക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് സെറ്റ് ചെയ്തിട്ട് പോവാം. ഇതിന് ഞാൻ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിൽ വന്നിട്ട് എനിക്കൊരു സ്ഥലം വരെ പോകണം. നീ താഴെ നിൽക്ക്. ഞങ്ങളുടെ റൂം വന്നിട്ട് മേലെ, താഴെ ഓണറിൻ്റെ വൈഫ്, മേലെയാണ് ഞങ്ങളുടെ റൂം. അപ്പോൾ താഴെ നിൽക്ക്, സ്കൂട്ടറിനടുത്ത് നിൽക്ക്, ഞങ്ങളുടെ സാധനം എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ മേലെ വരും. എന്നിട്ട് നൈസായിട്ട് ഫോണിൽ വിളിക്കും, നീ കയറി വാ, പിന്നെ പോവാം, നീ വാ, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വിളിക്കും. അതാണ് നിലവിലത്തെ പ്ലാൻ. അപ്പം ഞാൻ പ്ലാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ സെറ്റാക്കുമല്ലോ, അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇപ്പോഴേ എടുത്തു വെച്ചാൽ ശരിയാവില്ല. അപ്പോൾ 11:45 ഉള്ളൂ. 1.5 മണിക്കൂർ ഇനിയുണ്ട്. കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. ഇനി ഈ ഫോൺ എവിടെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കാണാൻ പറ്റും. അവിടെ നിന്ന് കയറി വരുമ്പോഴേക്കും ക്ലിയർ ആയിട്ട്, അവിടെ ഡോർ എവിടെയാണ്, കയറി വരുമ്പോഴേക്കും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. വേറെ എവിടെ സെറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഇങ്ങനെ ആലോചിക്കുന്നത്. നോക്കട്ടെ. ഞാൻ ഇവിടെ ഒക്കെ നോക്കിയിട്ടും ഒരു രക്ഷയില്ല. ഫോൺ വയ്ക്കാൻ ഒരു രക്ഷയില്ല. ഞാനിവിടെ ടേബിളിലൊക്കെ നോക്കിയിട്ടൊക്കെ വെച്ച് ക്ലിയർ ആയിട്ട് കാണും. കാര്യം ടേബിൾ ലൈറ്റ് കളറാണ് ഇതല്ല. ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പെട്ടെന്ന് അറിയാൻ പറ്റും. അവൾ അറേഞ്ച് ചെയ്തിട്ട് പോയതാണ് ഇതെല്ലാം അതേപോലെ. അപ്പം ഒന്ന് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കഴിഞ്ഞാൽ അപ്പം പൊക്കും. അതുകൊണ്ട് അവിടെ എന്തായാലും പറ്റില്ല. പിന്നെ എൻ്റെ ടേബിൾ മാറിയത് ഞാൻ ഇങ്ങനെ ആക്കിയത്, അപ്പോൾ അവിടെ വയ്ക്കാൻ പറ്റില്ല. അപ്പം അവിടെ നിന്ന് വരുമ്പം കറക്റ്റ് വ്യൂ എന്ന് പറയുന്നത് ഇതാ ഇവിടെയാണ്. ഇതാണ് കറക്റ്റ് വ്യൂ. അപ്പം ഞാൻ ഇങ്ങനെ വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം പോയി
സംഭവിച്ചില്ല. ബാക്കി ഓൺ ചെയ്തിട്ടില്ല. ഇതിങ്ങനെ വയ്ക്കാന്ന് വിചാരിച്ചു. ഈ കർട്ടൻ്റെ കളർ അതും ഒന്നല്ലേ, കാണാൻ ചാൻസ് കുറവാ. ഞാൻ വിചാരിച്ചിരുന്ന കാണുമെന്ന് വിചാരിച്ചു. പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ കാണില്ലേ. ഇങ്ങനെ വയ്ക്കാം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് വരുന്നത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ചിലപ്പോൾ ടേബിൾ പറഞ്ഞിട്ട് പെട്ടെന്ന് കാണാൻ ചാൻസ് ഇല്ല. നമുക്ക് നോക്കാം. കണ്ടു കഴിഞ്ഞാൽ പൊളിഞ്ഞു. നമുക്ക് സർപ്രൈസ് ആവുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇന്ന് കേക്കിൻ്റെ കാര്യമേ രാവിലെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ മൊത്തം ഇങ്ങനെ ഇളക്കി വിട്ടിട്ടാണ് പോയത്. പോകുന്ന വഴിക്ക് പുള്ളി ഇങ്ങനെ കേക്ക് മേടിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴും വേണ്ട, പുള്ളിക്കാരുടെ മൈൻഡിൽ കേക്ക് മേടിക്കില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ്. പെട്ടെന്ന് കാണുമ്പോഴേക്ക് സർപ്രൈസ്ഡ് ആവുമെന്നൊന്നും അറിയത്തില്ല. നോക്കാം, എല്ലാം നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ വയ്ക്കാനാണ് പ്ലാൻ. ഞാനതൊക്കെ അറേഞ്ച് വെച്ചിട്ട് ഇച്ചിരി നേരം ഉറങ്ങി. അപ്പം ഉറങ്ങിയപ്പോഴേക്കും പുള്ളിക്കാരി എന്നെ ഇപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു ക്ലാസ് കഴിഞ്ഞു വാ എന്ന് പറഞ്ഞു. അപ്പം ഇപ്പോൾ ഏകദേശം 1:30 ആകാൻ വേണ്ടി പോകുന്നു. അപ്പോൾ കേക്ക് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്ന താഴെ വിളിച്ചിട്ട് വന്നിട്ട് എനിക്കൊരു സ്ഥലം വരെ പോകണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഐഡിയ സെറ്റാക്കാൻ. ഇപ്പം എൻ്റെ കൂടെ മേലക്കാരി വരുമെന്ന് എനിക്കറിയില്ല, വർക്കൗട്ട് ആകുമെന്നും അറിയത്തില്ല. നോക്കാം. ഇനി കേക്ക് ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ വല്ലതും വീഴുമോന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ അടച്ചിന് വെച്ചിട്ട് പോവാം. വന്നിട്ട് എല്ലാം സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പോയി വിളിച്ചിട്ട് വേഗം വരട്ടെ. അപ്പോൾ കാണാം. ഞാൻ അവളെ പറഞ്ഞു, അവിടെ ചോദിച്ചു ഫുഡ് കഴിക്കാൻ പോകണില്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഫുഡ് കഴിക്കാൻ പോവാം, എനിക്ക് ഫയൽ എടുക്കണം, വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്നു. നീ താഴെ നിൽക്കുന്ന പറഞ്ഞിട്ട് താഴെ നിർത്തിയേക്കുക. എന്നിട്ട് കേക്കിൻ്റെ ഷോപ്പിലെ ഫ്രണ്ടിൽ കൂടെ വന്നത്. അപ്പം എന്നോട് ചോദിച്ചു കേക്ക് മേടിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പിന്നെ മേടിക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പുള്ളിക്കൈ താഴെ നിർത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി റൂമിൽ സെറ്റ് ചെയ്യട്ടെ. ഈ ഡോറ് ലോക്ക് ഇല്ലെങ്കിൽ ഇപ്പോൾ തുറന്ന് വന്നാലും സെറ്റ് ചെയ്യാം. പുള്ളി താഴെ നിൽക്കുന്നുണ്ട്. പുള്ളിക്കൈ നമുക്കവിടെ സെറ്റ് ചെയ്തിട്ട് അവളെ വിളിക്കാം. ഇതിൻ്റെ ക്യാൻഡിൽ എവിടെയാണെന്ന് അറിയത്തില്ല. ബെസ്റ്റ് ഈ ഫോണ് ഇവിടെ സെറ്റ് ചെയ്യണം. ഓക്കെ, കാണാതിരുന്നാൽ മതിയായിരുന്നു. ഓൺ ചെയ്യുവാണേ. ഇത് കത്തിക്കാം. എനിക്കറിയത്തില്ലേ സാധനം കത്തിക്കാൻ. തന്നെ 8 കത്തി. ഇങ്ങനെ വയ്ക്കാം. അപ്പോഴേ കയറി വരുമ്പോൾ കാണാൻ പറ്റും. ഇനി നമുക്ക് അവളെ ഫോൺ വിളിക്കാം. താഴെ നിൽപ്പുണ്ട്.
ഹലോ അതിൻ്റെ പോവാ അതുകൊണ്ട് കയറിയിട്ടായി ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് പോവാം 2 മണിയായിട്ട് പോവാം. ഹലോ ആ റൂമില് എൻ്റെ എതിരുന്ന് വെള്ളം ആയിരുന്നു, എടുത്തിട്ട് വരുമോ? വെള്ളക്കുടി വെള്ളക്കുടി ജോസ് വെള്ളക്കുടി കണ്ടോ, പ്ലിങ് ആയ മുഖം കണ്ടോ, ഇതാണ് പ്ലിങ് ആയ മുഖം. എന്നിട്ട് ഞാൻ ഇവിടെ കേറുന്നതാണ് വിചാരിച്ചാണ് പുറത്ത് പാട്ടാടിക്കൊണ്ടിരിക്കുന്നു. ഉരിപ്പ് ഞാൻ എവിടെ നോക്കിയേ, അവിടെ കണ്ടു നോക്കിയപ്പോൾ ഇരിക്കുന്നത്. ഹലോ, സന്തോഷമായി കേക്ക് കട്ട് ചെയ്യാണ്. കട്ട് ചെയ്തോളൂ. എന്നോട് ഒരുമിച്ച് എടുക്കില്ല, വീഡിയോ ഷൂട്ടും പാട്ടും. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇത് നിങ്ങൾക്കുള്ളതാണ്, കഴിക്കൂ. ഹലോ മൈ ഡിയർ സിസ്റ്റർ, നിനക്ക് ഈ വേളയിൽ എന്താണ് എന്നോട് പറയാനുള്ളത്? അങ്ങനെ നമ്മൾ ബർത്ത്ഡേ ഒക്കെ ആയിട്ട് ബിരിയാണി കഴിക്കാനായിട്ട് വന്നേക്കുവാണ്. ബിരിയാണി കഴിച്ചിട്ട് കാണാം. ഞാൻ ഡ്രസ്സ് മാറ്റി, എൻ്റെ ഡ്രസ്സിൽ കേക്കായി, ഞാൻ ഡ്രസ്സ് മാറ്റി. അപ്പം ബിരിയാണി കഴിച്ചിട്ട് എൻ്റെ കോളേജിലോട്ട് പോകണം. അപ്പോൾ ഓക്കെ, ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് കോളേജിൽ പോയി, എൻ്റെ കോളേജിൽ പോയി. അവിടെ കുറച്ച് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നല്ല കിടില മഴ. അതുവരെ ഒട്ടും മഴയില്ലായിരുന്നു, നല്ല വെയിലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയും ചെയ്തു, വെയിലാണെന്നുണ്ടെങ്കിൽ അങ്ങറ്റം വെയിൽ, മഴയാണെന്നുണ്ടെങ്കിൽ ഇങ്ങറ്റം മഴ. അപ്പം നല്ല വെയിലുണ്ടായിരുന്നു. മഴ വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. പെട്ടെന്നായിരുന്നു മഴ. നനഞ്ഞു, നല്ലപോലെ നനഞ്ഞു. അങ്ങനെ നനഞ്ഞു വന്ന് കുളിച്ച് ഫ്രഷായി അങ്ങനെ ഇരിക്കുവാണ്. നമ്മുടെ സർപ്രൈസ് വീഡിയോ ഒക്കെ നല്ല കിടിലായിട്ട് സക്സസ്ഫുള്ളായിട്ട് നടന്നിട്ടുണ്ട്. പുള്ളിക്കാരി നല്ലപോലെ സർപ്രൈസ്ഡായി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എൻ്റെ കയ്യിൽ നിന്ന് ഇടയ്ക്ക് പോകുമെന്നൊക്കെ വിചാരിച്ചു, എവിടെയെങ്കിലുമൊക്കെ ചെറിയ ഫ്ലോപ്പ് ആവുമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ നന്നായിട്ട് സർപ്രൈസ്ഡായി കേട്ടോ. പിന്നെന്താ പറയുക, ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ ഇത്രയും സർപ്രൈസ് കൊടുക്കും, ഇങ്ങനെയൊക്കെ ഉണ്ടാകും, കേക്കൊക്കെ മേടിച്ച് ഞാനൊരു അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുമെന്ന് പുള്ളിക്കാരി സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോ കാണുന്നവരെ ബൈ.